പീസ് ആൻഡ് ജോയ്. തൻ്റെ കല്ലിൻ്റെ മുഴുവൻ വിലയും വാങ്ങിക്കൊണ്ട് തൻ്റെ വൈദിക മന്ദിരത്തിലേക്ക് പോയ സിൽവസ്റ്റർ അച്ഛൻ്റെ കയ്യിലിരുന്ന നാണയം സംസാരിക്കാൻ തുടങ്ങി. സിൽവസ്റ്റർ അച്ഛൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ഈ ഫ്രാൻസിസിൻ്റെ കയ്യിൽ നിന്നും ഈ നാണയം എന്തിനു വേണ്ടിയിട്ടാണ് പിടിച്ചു വാങ്ങിയത്? ഞാൻ അന്ന് സമ്മതിച്ചു കൊടുത്തതല്ലേ പാതി വിലയ്ക്ക്. ഫ്രാൻസിസ് തനിക്ക് വേണ്ടിയല്ലല്ലോ ആ കല്ല് വാങ്ങിച്ചത്. അവൻ സ്വന്തം കൂലി പോലും എടുക്കാതെയല്ലേ ആ പള്ളി പണിയാനായിട്ട് തുടങ്ങിയത്. അർഹതപ്പെട്ട വേതനം പോലും വാങ്ങാതെ പകലന്തിയോളം പണിയെടുത്തിട്ട് ഭിക്ഷാടനം ചെയ്തിട്ടല്ലേ ആ പാവം ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ മനസാക്ഷി കുറ്റപ്പെടുത്താൻ തുടങ്ങി. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് ഫ്രാൻസിസ് നോക്കിയത് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയതുപോലെ സിൽവസ്റ്റർ അച്ഛന് തോന്നുകയാണ്. വളരെ നാളായി ആത്മീയമായിട്ട് വളരെയധികം പ്രവർത്തിച്ചിരുന്നുവെങ്കിലും തൻ്റെ ഉള്ളിൽ ഇനിയും അടങ്ങാത്ത എന്തോ ഒരു ആത്മീയ ദാഹമുണ്ടെന്ന് പലപ്പോഴും സിൽവസ്റ്റർ അച്ഛന് തോന്നിയിരുന്നു. ആ അവസരത്തിലാണ് ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട് തുടങ്ങിയതും ബെർണാഡും പീറ്ററും ജെയിൽസും ഒക്കെ ഫ്രാൻസിസിൻ്റെ കൂടെ കൂടിയതും. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ ഒരു സംഘത്തെ കൗതുകത്തോടെ വീക്ഷിക്കാനായിട്ടുള്ള ഒരു പ്രവണത ജനിച്ചു. പിന്നീട് വളരെയധികം ദിവസങ്ങൾ രാത്രിയിൽ ഉറങ്ങുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഉറക്കത്തെ ഈ ഒരു സംഭവം അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് വളരെയധികം ലജ്ജ തോന്നി. മാർച്ചസ് അങ്കോണയിൽ നിന്ന് ഫ്രാൻസിസ് ശിഷ്യന്മാർ മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഒടുവിൽ ആ കുറ്റബോധം അല്ലെങ്കിൽ ആ ലജ്ജ അദ്ദേഹത്തെ ഒത്തിരിയേറെ ചിന്തിപ്പിച്ച് ഒരു ദിവസം ശാന്തമായിട്ട് അദ്ദേഹം ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. അസീസി നഗരം അതിൻ്റെ കോട്ടമതിലിനുള്ളിൽ മുഴുവനും അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചു. ഒരു ഭീകരമായ സർപ്പം അകലെ നിന്ന് ഇഴഞ്ഞ് ഈ നഗരത്തെ സമീപിക്കുകയാണ്. നഗരത്തെ സമീപിക്കും തോറും ആ സർപ്പം കൂടുതൽ ഊർജ്ജസ്വലമാകുന്നു. അതിൻ്റെ വാ തുറന്ന് അത് അസീസി നഗരത്തെ വിഴുങ്ങാനായിട്ട് പോവുകയാണ്. അതിൻ്റെ കൂർത്ത പല്ലുകൾ തിളങ്ങി നിൽക്കുന്നു. അസീസി നഗരത്തെ മുഴുവനും ആ സർപ്പം വിഴുങ്ങും എന്ന അവസ്ഥയിലെത്തിയപ്പോൾ എവിടെ നിന്നോ ഒരു ഭിക്ഷാടകൻ ഓടി വരികയാണ്. ആ ഭിക്ഷാടകൻ അവിടെ എത്തി ആ സർപ്പത്തിൻ്റെ നേരെ സൂക്ഷിച്ച് നോക്കുന്നു. അധരം തുറന്ന് എന്തോ സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഒരു സ്വർണ്ണ നിറമുള്ള കുരിശ് വളർന്നു വരികയാണ്. ആ കുരിശ് അഗ്നി സമാനമായിട്ട് വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ കുരിശ് സർപ്പത്തിൻ്റെ മുകളിലേക്ക് വന്നു. ആ കുരിശിൽ നിന്ന് പ്രകാശം വമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അഗ്നി പോലെ കാണപ്പെട്ടു. ആ കുരിശിൻ്റെ 2 കരങ്ങൾ ഭൂഗോളം മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് ഈ പറയുന്ന സിൽവസ്റ്റർ അച്ഛൻ ദർശനത്തിൽ കാണുക. ആ കുരിശിൻ്റെ പ്രകാശത്തിൽ സർപ്പം ഭയന്നു. അത് അതിവേഗം വന്നിടത്തേക്ക് തന്നെ തിരികെ പോവുകയാണ്. സിൽവസ്റ്റർ അച്ഛൻ അത്ഭുതത്തോടു കൂടി ആ ഭിക്ഷാടകനെ നോക്കിയാണ്. അത് അസിസിയിലെ ഫ്രാൻസിസ് തന്നെയാണെന്ന് അദ്ദേഹം തിരിച്ചറിയുക. ഫ്രാൻസിസിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവവചനം അതിൻ്റെ പ്രകാശത്താൽ പൈശാചിക ശക്തികൾ പരാജയപ്പെടുന്നു, തിന്മ പരാജയപ്പെടുന്നു, അസിസി നഗരം സംരക്ഷിക്കപ്പെടുന്നു, ലോകം മുഴുവനും നവീകരിക്കപ്പെടുന്നു എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ലഭിക്കുകയാണ്. വചനം 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വയലായിട്ട് ഫ്രാൻസിസും കൂട്ടാളികളും മാറിയത് തിരിച്ചറിഞ്ഞപ്പോൾ സിൽവസ്റ്റർ അച്ഛൻ തീരുമാനിച്ചു, എനിക്കും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി തീരണം. അങ്ങനെ ഒരിക്കൽ പിടിച്ചു വാങ്ങിയ ധനവുമായി മടങ്ങിപ്പോയവനെ കൗതുകത്തോടുകൂടി ആത്മീയമായ ഒരു നോട്ടത്താൽ, അസിസിയിലെ ഫ്രാൻസിസിൽ നിന്ന് ജനിച്ച ആ ഒരു ആത്മീയമായ നോട്ടത്താൽ അല്ലെങ്കിൽ ആ ഒരു ആത്മീയമായിട്ടുള്ള ഇടപെടലിൽ ആ മനുഷ്യൻ മാനസാന്തരപ്പെടുക. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. സിൽവസ്റ്റർ അച്ഛൻ അത് ചോദിച്ചപ്പോൾ ഫ്രാൻസിസിൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ വേദന തോന്നിയിരിക്കാം. പക്ഷെ അദ്ദേഹം സന്തോഷത്തോടു കൂടി കൊടുക്കുകയാണ്. കാരണം ഞാൻ കൊടുക്കുന്നതൊന്നും വെറുതെയല്ല, ഞാൻ ക്രിസ്തുവിന് വേണ്ടി എന്നെ തന്നെ പൂർണ്ണമായിട്ട് കൊടുത്തതാണ്. അത് സിൽവസ്റ്റർ അച്ഛൻ്റെ ഉള്ളിൽ ഒരു മാനസാന്തരമായിട്ട് മാറുന്നത് നമ്മൾ കാണുകയാണ്. അങ്ങനെ ഏകദേശം മാർച്ചസ് അങ്കോണയിൽ നിന്ന് തിരികെ വന്നപ്പോൾ ഫ്രാൻസിസിൻ്റെ അടുക്കൽ ചെന്ന് തന്നെ ശിഷ്യനാക്കണമെന്ന് അപേക്ഷിച്ചെങ്കിലും 1 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് സഭയിലേക്ക് പൂർണ്ണമായിട്ട് ചേരുവാൻ സാധിച്ചത്. കാരണം അദ്ദേഹം വൈദികനായിരുന്നതുകൊണ്ട് അതിന് ചേർന്നതായ കാര്യങ്ങൾ നീക്കേണ്ടതായിട്ടുണ്ടായിരുന്നു, അനുവാദങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രാൻസിസിൻ സഹോദരന്മാരും 6 പേരായിട്ട് വർദ്ധിക്കുകയാണ്. ഫ്രാൻസിസ്കൻ സഹോദര്യം അങ്ങനെ 5 പേരായിട്ട് മാറുകയാണ്. 5ാമതായിട്ട് വന്നു ചേർന്നത് സിൽവസ്റ്റർ എന്ന് പറയുന്ന ഈ വൈദികനാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടാവാം. ചിലപ്പോൾ ചില വ്യക്തികൾ കടന്നു വരുന്നത് നമ്മളെ മുറിപ്പെടുത്താനും മുറിവേൽപ്പിക്കുന്നവരും ഒക്കെ ആയിട്ടാവാം. അവരെ സ്നേഹത്തോടെ തുറവിയോടെ ക്രിസ്തു സ്വീകരിക്കുന്ന പോലെ സ്വീകരിക്കാൻ സാധിച്ചാൽ അവിടെ സുവിശേഷത്തിൻ്റെ പുതുനാമ്പുകൾ വിടരുകയാണ്. സുവിശേഷം മജ്ജയും മാംസവും ധരിച്ച് ക്രിസ്തുവായിട്ട് മാറുന്നത് നമുക്ക് ആ വ്യക്തിയിൽ തിരിച്ചറിയാൻ സാധിക്കും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.